ലതാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പനീർ ചപ്പാത്തി റോളാണ് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അത് ചൂടാവുന്ന സമയത്ത് ഞാൻ അതിലേക്ക് അല്പം വെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ണ ഇട്ടതിന് ശേഷം നമുക്കത് അതിലേക്ക് ഒരു വലിയ സവാള മുറിച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്കതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അത് വേഗം വഴന്ന് കിട്ടും. പിന്നീട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ടൊമാറ്റോ ഒരു 2 ടൊമാറ്റോ, ക്യാപ്സിക്കം നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ളതൊക്കെ ചേർത്തിട്ട് എല്ലാം ഒന്നും നല്ലപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് നല്ലപോലെ അതിന് ശേഷം നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള പനീർ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്തതിന് ശേഷം നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പെരി പെരി എന്ന് പറയുന്ന, അതായത് ചില്ലി ഫ്ലേക്സ് പോലെ ഉള്ളത് തന്നെയാണ്, അതാണ് ഇവിടെ ചേർക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ആയാലും ചേർത്താൽ മതി. പിന്നീട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മസാല, അതായത് മാഗി മസാലയോ അല്ലെങ്കിൽ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കടായി മസാലയാണ്. പിന്നീട് അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയില കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ചാറ്റ് മസാല, ഒരു ടീസ്പൂണ് ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അവസാനമായിട്ട് ഞാൻ അതിലേക്ക് ഫ്രഷ് ക്രീം ആണ് ചേർത്തോട്ടുള്ളത്. ഫ്രഷ് ക്രീം നമ്മൾ പാട എടുത്ത് വെച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചെയ്താലും മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മളുടെ സ്പൈസി പനീർ മസാല, അതായത് ചപ്പാത്തി റോളിനുള്ള മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിപ്പോൾ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഈ ചപ്പാത്തിയിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പനീറിൻ്റെ മസാല 2 ചപ്പാത്തിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതാക്കി മുറിച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് റോൾ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അത് നമുക്ക് ഒരു ബട്ടർ പേപ്പറിൽ ഒന്ന് റോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ നന്നായിട്ട് കിട്ടും. അപ്പം ഞാനിത് അതുപോലെ ബട്ടർ പേപ്പറിൽ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ 2 ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളൂ. പനീർ മസാല ഉണ്ടാക്കിയതും ചപ്പാത്തി റോളും കൂടിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോഴിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.